അച്ഛാ, നമ്മുടെ രണ്ട് നമുക്ക് എന്താ പറയുക, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ രണ്ട് ചുള്ളന്മാരെന്ന് വിശുദ്ധന്മാരാവുകയാണ്. എന്ത് തോന്നുന്നു അവര് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ? തീർച്ചയായിട്ടും വലിയ സന്തോഷത്തോടുകൂടെയാണ് ഈ ഒരു നിമിഷം നോക്കിക്കാണുക. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തിയ പോലെ പാട്ട് പാടുന്ന, ഡാൻസ് കളിക്കുന്ന, ഗിറ്റാർ വായിക്കുന്ന, അല്ലെങ്കിൽ ജീൻസ് ഇടുന്ന, ടീഷർട്ട് ഇടുന്ന, ഇങ്ങനെ കുറേയേറെ സവിശേഷതകളോടുകൂടെയുള്ള രണ്ട് ചെറുപ്പക്കാരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത് കാണുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ ഒരു സ്പന്ദനം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത്, ഒരു വൈബ് തിരിച്ചറിഞ്ഞിട്ടുള്ള രണ്ട് ചെറുപ്പക്കാര്. പക്ഷേ അവരുടെ ആ ആഘോഷ ജീവിതങ്ങളുടെ നടുവിലും ക്രിസ്തുവിനെ സ്നേഹിക്കാനായിട്ട് അവർ സമയം കണ്ടെത്തി പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് ക്രിസ്തു എന്ത് പഠിപ്പിച്ചോ അത് ജീവിച്ച് കാണിച്ച് അവർ വിശുദ്ധിയിലെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ, ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി, നമ്മൾ വിശുദ്ധന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ലോഹ ധരിക്കുന്ന, അല്ലെങ്കിൽ സന്യാസ വസ്ത്രങ്ങൾ ധരിക്കുന്ന, അല്ലെങ്കിൽ അതുപോലൊക്കെ ചേർന്ന് നിൽക്കുന്ന, പക്ഷെ ടീഷർട്ട് ഇട്ട, അല്ലെങ്കിൽ ഒരു ബാഗ് ധരിക്കുന്ന, അല്ലെ കൂളിംഗ് ഗ്ലാസ് ഉള്ള, അല്ലെങ്കിൽ ഒരു കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട വിശുദ്ധരെ കാണുമ്പോൾ, കാലഘട്ടം ഓരോ സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുമ്പോൾ, നമ്മൾ എവിടെ ജീവിക്കുന്നോ ആ ജീവിതത്തിന്റെ നടുവിലും ക്രിസ്തുവിനോട് സ്നേഹത്തോടെ, ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ വേഷമോ നമ്മുടെ ഭാഷയോ നമ്മുടെ ജീവിത ശൈലിയോ ഒന്നും അല്ല വലുത്, മറിച്ച് ക്രിസ്തുവിനുള്ള സ്നേഹമാണ് നമ്മളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടെ നോക്കിക്കാണും. നിങ്ങളൊക്കെ പലപ്പോഴും വലിയ ആവേശത്ത് പറഞ്ഞ പോലെ രണ്ട് ചുള്ളന്മാര്, ഇവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് അത്, അല്ലെങ്കിൽ ഒരു കൃപയുടെ അനുഭവമാണ്. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്റ്റുഡിയോയിലിരിക്കുന്ന നിങ്ങളൊക്കെ ഇന്ന് കുറച്ചുകൂടെ വ്യത്യസ്ത വേഷധാരികളായിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷത്തിന്റെ അനുഭവമാണ്. അതോടൊപ്പം തന്നെ ഒരു ചെറുതല്ല, വലിയൊരു സങ്കടം, നമുക്കും ഈ പ്രായം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഇനിയൊരു സാധ്യത വിശുദ്ധിയുടെ പദവിയിലേക്കൊക്കെ ഉയർത്തപ്പെടാൻ ദൈവം ഒരുക്കണമെന്നുള്ള പ്രാർത്ഥന കൂടെയാണ് ഈ ഒരു നിമിഷങ്ങളുടെ കടന്നു പോകുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടെയാണ് ഈ നിമിഷങ്ങളെ നോക്കിക്കാണുക. കാരണം അവരവരുടെ സാധ്യതകളെ ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചവർ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ആഗ്രഹിക്കുക, നമ്മൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നോ, ഏത് സാധ്യതകളാണോ അവിടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളുടെ കടന്നു പോകുമ്പോൾ ആദ്യമേ പങ്കുവയ്ക്കാനായിട്ട് ഉള്ളത്. തീർച്ചയായും വളരെ നന്ദി അച്ഛാ. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ വിശുദ്ധി എന്നൊരു കൺസെപ്റ്റ് ഒരു കാലഹരണപ്പെട്ട ആശയമല്ല എന്ന വലിയൊരു സന്ദേശം തന്നെയല്ലേ ഇന്ന് വിശുദ്ധ പദവി പ്രഖ്യാപനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അച്ഛാ? തീർച്ചയായിട്ടും വിശുദ്ധിയുടെ പടവുകളിലേക്ക് ആർക്കും കടന്നു വരാം. ആർക്കും ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ട് ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ക്ഷണത്തിന് കൊടുക്കുന്ന പ്രത്യുത്തരത്തെ ആശ്രയിച്ചിരിക്കും നമ്മൾ വിശുദ്ധരാകുമോ ഇല്ലയോ എന്നുള്ളത്. അവരവരുടെ കാലഘട്ടത്തിൽ, അവരുടെ പ്രായത്തിൽ, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ തനിക്ക് ഉള്ള കഴിവ് സൈബർ യുഗത്തിൽ ഉപയോഗിക്കാനായിരുന്നു. വാഴ്ത്തപ്പെട്ട കാർലോ അത് ഉപയോഗിച്ചു. ജോർജിയ തന്റെ പ്രവർത്തന രംഗത്ത് ആതുര ശുശ്രൂഷ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ മനോഭാവം ആ വ്യക്തിയിൽ ഉള്ളത് കൊണ്ട് ആ കഴിവും ആ ഒരു ശുശ്രൂഷ മനോഭാവം ഉപയോഗിച്ച് വിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഈ കാലഘട്ടത്തിന് അനുയോജ്യരായ വിശുദ്ധരെ സ്വർഗം നമുക്ക് നൽകുമ്പോൾ നമുക്കൊരു വലിയ പ്രതീക്ഷയാണ്. നമ്മളായിരിക്കുന്ന ജീവിത അനുഭവത്തിലും ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും നമുക്കും ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ്. അപ്പോൾ നമുക്ക് കാലഹരണപ്പെട്ട ഒന്നല്ല ഈ വിശുദ്ധ ജീവിതം. ഈ ലോകം ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ വിശ്വാസ വിപരീതികളിലൂടെ കടന്നു പോയാലും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ക്രിസ്തു സ്നേഹം എന്നുള്ള ഒരു വലിയ ആഘോഷം, അത് ജീവിതത്തിന്റെ ആഘോഷമാക്കിയാൽ നമുക്കെല്ലാവർക്കും വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടാമെന്നുള്ളതിന്റെ വലിയൊരു സന്ദേശമാണ് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുക. വളരെ നന്ദി അച്ഛൻ പറഞ്ഞതുപോലെ ക്രിസ്തു സ്നേഹത്തെ ആഘോഷിക്കുക, ആർക്കും വിശുദ്ധനാകാം, വിശുദ്ധി ഒരു കാലഹരണപ്പെട്ട ഒരു ആശയമല്ല എന്ന മനോഹരമായിട്ടുള്ള ചിന്തകളാണ് ബഹുമാനപ്പെട്ട സ്കോട്ട് സ്ലീബ അച്ഛൻ ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം പങ്കുവച്ചത്.